ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഓണത്തിൻ്റെ പർച്ചേസിങ്ങിനുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം ഡ്രസ്സ് കാര്യങ്ങളെല്ലാം എടുത്ത് നേരത്തെ തയ്ക്കാൻ കൊടുക്കണം, എന്നാലേ അത് ഓണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേനും കിട്ടുകയുള്ളൂ. അപ്പോൾ എവിടെ നല്ല മെറ്റീരിയൽസ് കിട്ടും എന്നുള്ളതെല്ലാം നോക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്നത്. എന്തോരമൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇല്ലെങ്കിൽ ഞാൻ മെറ്റീരിയൽസ് എടുത്തതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ പോയാലോ. അപ്പോൾ പുറത്ത് പോകുന്നതിന് മുമ്പുണ്ടല്ലോ, ഞാൻ അന്ന് കാണിച്ച ഈ ബാഗില്ലേ, അത് ഞാൻ ഫിനിഷ് ചെയ്തു കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലൈനിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് അത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ഈ ഡ്രസ്സിൻ്റെ മാച്ചിന് ആദ്യം ഒരു ബ്ലാക്ക് ബാഗാണ് എടുത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിങ്ങനെ എന്തെങ്കിലും ബാഗൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊന്ന് സാധനങ്ങൾ, എൻ്റെ ഐറ്റംസുകളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പം ഇതൊക്കെ ഒന്ന് മാറ്റുക. ഇതെൻ്റെ മൈക്ക്. കഴിഞ്ഞു. ഞാൻ ലിപ്സ്റ്റിക്കും ടിഷ്യൂ പേപ്പർ. ഓക്കേ, ഇപ്പം എൻ്റെ ബാഗ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ ബാഗ് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് പോവാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം തന്നെ പോയത് അൽമാര ബൈ പുളിമൂട്ടിൽ നിന്നും പറഞ്ഞിട്ട് പുതിയൊരു ഷോപ്പ് ഇവിടെ എറണാകുളത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു 6-7 മാസമേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പം അവിടുത്തെ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇവിടെ റീൽസൊക്കെ നോക്കിയപ്പം അത്യാവശ്യം നല്ല ഓണത്തിൻ്റെ കളക്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയി ഒന്ന് നോക്കാം എന്നാണ് ആദ്യം വിചാരിച്ചത്. സാധാരണ പോകുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറി ഒന്ന് ഇവിടെ കയറി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നിട്ട് ഓണത്തിൻ്റെ ഉള്ള പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് കളർ, ഒരു ക്രീം ഷെയ്ഡൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്കങ്ങനെ ബോർഡർ വലിയ കാര്യങ്ങളും ഉള്ളതൊന്നും വേണ്ട എന്ന് ഞാൻ അവരോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടി നമ്മൾ വണ്ണം കൂടുതൽ തോന്നിക്കും. അപ്പം വീതി കുറവ് കാര്യമുള്ള ഇതാണ് നോക്കിയത്. ഈ ആദ്യം കണ്ടത് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മെറ്റീരിയലും നല്ലതായിരുന്നു. പക്ഷേ കുറച്ചും കൂടിയും അതിനൊരു ബോർഡറിന് കുറച്ചും കൂടിയും ഒരു കളർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നി. കുറച്ചും കൂടിയും പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ നന്നായിട്ട് ചേരുന്നൊരു സാരിയായിരുന്നു കേട്ടോ അത്. എനിക്ക് പക്ഷെ അധികം ഒന്നും തപ്പണ്ടി വന്നില്ല കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട സാരി തന്നെ വേഗം കിട്ടി. ബനാറസിയിലാണ് കേട്ടോ അത് കിട്ടിയത്. ഈ സാരി എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബോർഡർ ഒരു ലാവൻഡർ കളറല്ല, ഒരു മജന്ത കളർ എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു കളറായിരുന്നു. ബനാറസി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഷേപ്പിന് കിടന്നോളും ഒതുങ്ങിയിട്ട്. അതല്ലാതെ ഇത് ഓർഗൻസയിലുള്ള സാരി ഉണ്ടായിരുന്നു. അത് ഈ ഓണം തീമിൽ നല്ല ഫ്ലവറിൻ്റെ പാറ്റേണും കാര്യങ്ങളും എല്ലാമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സാരി നല്ല വെറൈറ്റി സാരികളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്ത് മോളും നോക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ചേരുന്ന സാരി ഏതാണ്, അവൾക്കും ഇഷ്ടമുള്ള കളറുകളും കാര്യങ്ങളും എല്ലാം അവൾ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു, മാമിന് ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഡ്രൈപ്പ് ചെയ്ത് നോക്കാം, അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ അറിയാൻ പറ്റുമല്ലോ, എന്നിട്ട് കൃത്യമായിട്ട് അപ്പോൾ നമുക്ക് കൊടുത്തു നോക്കാം എന്നെല്ലാം പറഞ്ഞു. പക്ഷേ സാരി എന്തായാലും എനിക്കിത് മതി എന്ന് ഞാൻ അപ്പോഴേ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു ക്രീം കളർ ഷെയ്ഡാണ് ഞാൻ നോക്കി ചെന്നത്. അത് നമ്മൾ വീട്ടിൽ നിന്നേ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുമ്പം അധികം സമയം നമുക്ക് വേസ്റ്റ് ആവില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങളുടെ 2 പേരുടെ സാരി സെലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവരെ ഉടുത്ത് കഴിഞ്ഞപ്പം അതിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ആ സാരിയിൽ ഞാൻ ഉറപ്പിച്ചു കേട്ടോ. എനിക്കത് ഉടുത്തു കഴിഞ്ഞപ്പോഴും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ഓടി നടന്നൊന്ന് നോക്കി. നമ്മൾ പെണ്ണുങ്ങളല്ലേ, വെറുതെ സാരിയൊക്കെ നോക്കി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം അതൊക്കെ ഒന്ന് നോക്കാതെ വിടില്ലല്ലോ. ഇതാണ് മോള് സെലക്ട് ചെയ്തത് കേട്ടോ, ഒരു ലൈറ്റ് ഗ്രീൻ കളറ്. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പോൾ ഡിസൈനർ സാരികളും പിന്നെ അതല്ലാതെയുള്ള ഒരുപാട് ഈ സിൽക്കിൽ തന്നെ മിക്സ് ഉള്ള സാരികളും എല്ലാം കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്നും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പേരും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഉടുക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ നോക്കി എടുക്കും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഒരുപാട് സാരി കളക്ട് ചെയ്ത് വെക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ ഞാൻ. ഇത് പിന്നെ ഞാൻ ബ്ലൗസിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളും എടുക്കാനായിട്ട് പോയി. ഓൾറെഡി ഓണത്തിൻ്റെ 1-2 സാരികൾ എൻ്റെ കയ്യിലുണ്ട്, ഉടുക്കാത്തതും ഉടുത്തതും ഒക്കെ ആയിട്ടുള്ളത്. നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് എല്ലാ വർഷവും, ചില വർഷങ്ങൾ നമ്മൾ മേടിക്കും, ചില വർഷം ഞാനത് മേടിക്കാനും നിൽക്കാറില്ല കേട്ടോ. അപ്പം അതിന് മാച്ചിന് ഒരു വേറെ ബ്ലൗസ് തയ്പ്പിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ബ്ലൗസ് പീസുകൾ തപ്പിയതായിരുന്നു. അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ലൈറ്റ് കളർ ബ്ലൗസും ഡാർക്ക് കളർ ബ്ലൗസും ഒക്കെ നമുക്ക് തയ്ച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറി കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പം ഈ ഓണത്തിൻ്റെ സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവരുടെ ഒരു ചുരിദാറിൻ്റെ സെക്ഷനിലേക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല റീസണബിൾ റേറ്റിനാണ് അവിടെ നമുക്ക് സെറ്റ് കാര്യങ്ങളെല്ലാം കിട്ടുന്നത് കേട്ടോ. ഈ ലൈറ്റ് കളറ് ഗ്രീൻ, എനിക്ക് ഈ കളറാണ് മോള് ബ്ലൗസിന് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗി ധാവണിക്ക് വേണ്ടിയിട്ടുള്ള എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഒരു ക്രഷ് മെറ്റീരിയൽ പോലെ ഉള്ള ഒരു മെറ്റീരിയലായിരുന്നു. അത് നല്ല ഒരു ഭയങ്കര സുഖമുള്ള ഒരു തുണിയായിരുന്നു കേട്ടോ. ഇതാണ് ആ ഗ്രീൻ കളറ് അവളെടുത്തത്. അത് ആ വൈറ്റ് ഉള്ളത് സ്കേർട്ടിന് വേണ്ടി എടുത്തതാണ്. പിന്നെ ഞങ്ങൾ ജെൻസിൻ്റെ സെക്ഷനിലേക്ക് പോയി. സാധാരണ ഷോപ്പുകളിൽ ജെൻസിന് അങ്ങനെ അധികം സെലക്ഷൻസ് ഒക്കെ കിട്ടൽ വളരെ കുറവാണ്. പക്ഷേ ഇവിടെ ഓണത്തിൻ്റെ ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം കുർത്തയുടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ളതുണ്ടായിരുന്നു. ലൈറ്റ് കളറും ഡാർക്ക് കളറും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് അവിടെ നിന്ന് കുറച്ച് കുർത്ത സെറ്റും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മോനും എടുത്തു, ഷാജാനും എടുത്തു. പിന്നെ ഷർട്ടും എല്ലാം ഉണ്ട്. ആ ലാവൻഡർ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഇതുപോലെ ഗ്ലിറ്റർ വെച്ചിട്ടുള്ളതും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ജെൻസിന് അതല്ലാതെയുള്ള ഫോർമൽ വെയറുകളും ഇഷ്ടംപോലെ സെലക്ഷൻസ് ആ ഒരു ഫ്ലോറിലുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് ആ ഫ്ലോറിൽ അധികം തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ താഴത്തെ ഫ്ലോറിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇവർക്ക് വേറെ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനവിടെ നിന്നിരുന്ന ഭാഗത്തെ കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ വീഡിയോയിൽ എടുത്തത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ പോയി മുണ്ട് എടുത്തു. മുണ്ടിന് മാച്ചിന് നമ്മൾ കുർത്ത നോക്കി, കുർത്ത എടുത്തു. പിന്നെ ഷാജാനം കുറച്ച് ഷർട്ട് എടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവരതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ, കുർത്തയൊക്കെ കറക്റ്റ് സൈസാണോ എന്നുള്ളത്. മോനൊക്കെ സ്കൂളിലോട്ട് ഒക്കെ കുർത്തിയും കാര്യങ്ങളും എല്ലാം ഈ ഓണം സെലിബ്രേഷൻസും ഒക്കെ വരുമ്പം ഇടാനായിട്ട് വേണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ നമ്മൾ കണ്ടു. നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നേ ജെൻസിൻ്റെ സെക്ഷനിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ഇവർക്കും എടുത്തു. നമ്മൾ വേറൊരു ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ നിന്ന് കിട്ടിയപ്പം പിന്നെ അവിടെ നിന്ന് അങ്ങ് എടുത്തു. പിന്നെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും തന്നെ അത്യാവശ്യം നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ സ്ഥിരം റോസ് ടൗൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലോട്ടാണ് പോയത് കേട്ടോ. ഇവരുടെ മെനു മാറിയതിന് ശേഷം നമുക്കൊന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റിയിട്ടില്ല. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഡിഷാണ് ഇവിടെ എല്ലാം അവർ സെർവ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ചേഞ്ച് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ മെനു. പക്ഷെ അന്ന് ടേബിളൊന്നും ഒഴിവുണ്ടായിരുന്നില്ല, അത്ര തിരക്കായിരുന്നു ഇവിടെ. പിന്നെ ഞങ്ങൾ അന്ന് തിരിച്ചു പോയി. അതിനുശേഷം ഇന്നിപ്പോൾ ഞങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ
ഒന്ന് വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈ പറഞ്ഞ മാതിരി ഫോൺ അത്ര കണക്റ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വന്നപ്പോഴും നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ എന്നിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് കയറിയത്. ആദ്യം ഞങ്ങൾ ഓർഡർ ചെയ്തതൊരു സൂപ്പാണ് ഓർഡർ ചെയ്തത്. അത് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അതിൻ്റെ ബ്രോത്ത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സാലഡ് ഓർഡർ ചെയ്തു. അത് ഒരു പൊമിഗ്രനേറ്റും പിയറും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാലഡായിരുന്നു. അതിൻ്റെ ഡ്രസ്സിങ്ങും നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബർഗർ കുറച്ച് സ്പൈസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അധികം എരിവുള്ള ഭക്ഷണങ്ങൾ ഞങ്ങൾ അധികം കഴിക്കാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ ആ ബർഗറിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഫ്രൈസൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിക്കിൾഡ് ക്യാരറ്റും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നേ. ഇതിനിടയിൽ ഞങ്ങൾ ബീഫ് ബ്രിസ്ക്കറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഐറ്റം മേടിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ഷെയർ ചെയ്താണ് കഴിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അതും നല്ല അടിപൊളി, നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടും ഓരോ ഐറ്റം. നമുക്കപ്പം അടുത്ത പ്രാവശ്യം വരുമ്പം നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതിയല്ലോ. ഇത് ഒരു പിസയായിരുന്നു, ആൽഫ്രഡോ പിസയായിരുന്നു കേട്ടോ. അത് അധികം എരിവൊന്നും ഇല്ലാണ്ട്. പിന്നെ നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യുന്നൊരു സാധനമാണ് പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ. ഇവിടുത്തെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മോനൊരു മാംഗോ മൊജിറ്റോയാണ് പറഞ്ഞത്, അതും നല്ലതായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡിഷും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ബീഫ് സ്റ്റേക്ക് ആയിരുന്നു. മീഡിയം ആയിട്ടാണ് നമ്മളത് എടുത്തത്. വെൽഡൺ ചെയ്യാനായിട്ടാണ് നമ്മൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അത് ഡ്രൈ ആയിപ്പോവും, മീഡിയം മതിയായിരിക്കും. അതിൻ്റെ മുകളിൽ അവർ സോൾട്ട് സ്പ്രിങ്കിൾ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ സോസും എല്ലാം. നിങ്ങൾ ആരെങ്കിലും ഈ റെസ്റ്റോറൻറ്റിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പറാണ്. പിന്നെ അധികം താമസിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഡെസേർട്ടും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഡെസേർട്ടെല്ലാം ഭയങ്കര അപ്പീലിംഗ് ആണ്. അവർ അടിപൊളിയായിട്ടാണ് അത് നമുക്ക് മുമ്പിൽ അത് പ്രസൻറ്റ് ചെയ്യുക. ഞാൻ ചിലപ്പോൾ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പുതിയ മെനുവിലുള്ള ഒരു ഇതായിരുന്നു, ബെറി ആയിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ആയിരുന്നു. ഞാനും ഷാജാനും അങ്ങനെ അധികം മധുരം ഒന്നും കഴിക്കൂല. അപ്പോൾ അത് കാരണം കൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പിള്ളേർ രണ്ടുപേരും മധുരം അത്യാവശ്യം നന്നായിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. വീട്ടിൽ ഉണ്ടാക്കിയിട്ടാണെങ്കിലും അവർ കഴിക്കാറുണ്ട്. നമ്മളത് അധികം മേടിച്ച് കൊടുക്കാറുമില്ല. അപ്പോൾ ഇതുപോലെ വരുമ്പം നമ്മളവരോട് ട്രൈ ചെയ്ത് നോക്കിക്കോളാനായിട്ടും പറയാറുണ്ട് കേട്ടോ. പിന്നെ അധികം താമസിച്ചൊന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് റെസ്റ്റോറൻറ്റ് മൊത്തം ആൾക്കാരായിരുന്നു കേട്ടോ. നല്ല തിരക്കും ബഹളവും ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ, എല്ലാം ഒഴിഞ്ഞ് സീറ്റെല്ലാം ഫ്രീ ആയി, ടേബിളെല്ലാം ഫ്രീ ആയി കേട്ടോ. അവിടുന്ന് ഇവർക്ക് താഴെയുണ്ട്. നമുക്കപ്പം ലൈവായിട്ട് കുക്ക് ചെയ്ത് തരുന്ന ഒരു സെക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ചെറിയൊരു വൈനും ബീറും ഒക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്ന ടൈപ്പ് ഒരു ഏരിയയും കൂടി ഉണ്ട് താഴെ. നമുക്ക് ജസ്റ്റ് ഒരു ഫ്രണ്ടായിട്ട് മീറ്റപ്പ് ചെയ്യാനോ ഒക്കെ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. ഇതിൻ്റെ ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുറത്ത് അത്യാവശ്യം നമുക്ക് പാർക്കിങ്ങിന് ഏരിയയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സ്വസ്ഥമായിട്ട് വന്നിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം, നല്ല ഫുഡ് കഴിക്കാം. അതാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് അധികം താമസിച്ചൊന്നുമില്ല, വേഗം പോയി. കാരണം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ അന്ന് വൈകുന്നേരം നമ്മൾ ഒരു ഫിലിമിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോകലൊന്നും പിന്നെ നടന്നില്ല കേട്ടോ. അവിടെ നിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയെന്നുണ്ടെങ്കിലും അതൊന്നും നടന്നില്ല. നമ്മൾ വീട്ടിൽ പോയപ്പോഴത്തേനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായി. പിന്നെ ഞങ്ങളെല്ലാവരും റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ വൈകുന്നേരം ഫിലിമിന് പോവാണ് കേട്ടോ ചെയ്തത്. നമ്മൾ ഇറങ്ങിയിട്ട് ഒരു ലുലുവിൻ്റെ അടുത്തെത്താറായി കഴിഞ്ഞപ്പോഴത്തേനും തന്നെ മോള് പറഞ്ഞു, അമ്മ ഈ ഷോപ്പ് കണ്ടോ, ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇവിടെ ഈ കുനാഫ ചോക്ലേറ്റ് പോലത്തെ തന്നെ എന്തോ ഒരു ഡെസേർട്ടിൻ്റെ ഷോപ്പാണ്. പിള്ളേരാകുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ നോക്കി വെക്കുവേ. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താണ് അതിൻ്റെ പ്രത്യേകം. നമ്മൾ കുനാഫ ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ട്, ദുബായ് ചോക്ലേറ്റ് എന്നൊക്കെ പറയുന്ന അത് നമുക്ക് ഇവിടെ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അതുപോലത്തെ തന്നെ ഒരു ഇതാണ്, സ്വീറ്റ് ഇതുള്ള ഒരു സ്ഥലമാണ് ഇത്. പക്ഷെ അതിൻ്റെ ഫ്രണ്ടിലുള്ള തിരക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ എന്തോ സ്പെഷ്യൽ ഐറ്റം ഉണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞു തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ദിവസം പോകാം എന്നെല്ലാം പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോവാം കേട്ടോ ചെയ്തത്.
അപ്പോൾ നമ്മൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ട് 2 ദിവസമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് പോകുന്ന സമയത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ അവർ ജെൻസിന് വേണ്ടി എടുത്ത കുറച്ച് മുണ്ട്, പിന്നെ അവരുടെ കുർത്ത, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ അവർ ഇട്ട് നോക്കുന്നത്. പിന്നെ എൻ്റെ ഞാൻ കാണിച്ചു തരാം. ഇത് ഹന്നയുടെയാണ്. ഹന്നയ്ക്ക് കുറച്ച് ഇതുകൾ മേടിച്ചതാണ്. അത് അവളുടെ വീഡിയോയിൽ കാണിച്ചു തരും കേട്ടോ. പിന്നെ അതിന് വേണ്ട സ്കേർട്ട് കാര്യങ്ങൾ അങ്ങനത്തെ ഓരോന്നൊക്കെയാണ് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞത്. ഞാൻ അവിടെ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു ബ്ലൗസ് പീസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എക്സാക്ട്ലി ആ കളറായിരുന്നു. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇത് കണ്ട്, ഇതായിരുന്നു എൻ്റെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്ന ഒരു സാരിയാണ്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ ലുലു സെലിബ്രിറ്റി എന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 2 വർഷം മുമ്പ് മേടിച്ചതാണ്. ഇത് ഞാൻ ഉടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ സാരി. അത് കാരണം കൊണ്ട് ഇത് ആകെ മടക്കിയൊക്കെ ഇതിൻ്റെ ഇതൊക്കെ മാറിയിരിക്കുക. കണ്ടോ, ഇതൊരു ഗണപതിയുടെ ഒരു ഇതായിട്ട് ഇങ്ങനെ ഒരു സാരിയാണ്. ഓണത്തിൻ്റെ ഒരു ഇതിന് കറക്റ്റ് അതിൻ്റെ കളറിന് തന്നെ എനിക്ക് ബ്ലൗസിൻ്റെ ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഈ വർഷം സ്റ്റിച്ച് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അവിടെ പോയി എടുത്തത് ഈ സാരിയാണ്. ഇത് നിങ്ങൾ ഉടുക്കുന്നത് കണ്ടല്ലോ. അവരിങ്ങനെ ഒരു സാരി പൗച്ചിൻ്റെ ഉള്ളിലാക്കിയിട്ടാട്ടോ നമുക്ക് തന്നത്. ഇതാണ് അതിൻ്റെ ബ്ലൗസ് മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അതിൻ്റെ ലൈനിങ്ങും ബാക്കി കാര്യങ്ങളും സ്കേർട്ടും അങ്ങനത്തെ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇത് മോളുടെ സാരിയാണ്. അത് അവൾ കാണിച്ചു തരാം അവളുടെ വീഡിയോയിൽ. നല്ല അടിപൊളി സാരിയാണ് കേട്ടോ. അപ്പം ഇതാണ് പർച്ചേസിങ്. ഇനിയൊന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് പോകണം. അപ്പോൾ ഓണത്തിൻ്റെ ഒരു ഫസ്റ്റ് റൗണ്ട് പർച്ചേസിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കും കുർത്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം ചിലപ്പോൾ അവിടെ നിന്ന് നല്ലത് നോക്കിയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാണ്ട് നമുക്ക് അപ്പം തന്നെ ഇടാമല്ലോ. അതുപോലെയുള്ളത് നോക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.